ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ എങ്ങനെ കേടാകാതെ ദീർഘകാലം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കറിവേപ്പില പൊട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ തണ്ട് ആയിട്ട് മുറിച്ചെടുക്കാതിരിക്കുക. ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ ചെടി നന്നായിട്ട് വളരില്ല. അതേസമയം നമ്മൾ അതിൻ്റെ മണ്ട ഒടിച്ചൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതേപോലെ ചെടി കൂടുതൽ പുതിയ പുതിയ ശിഖരങ്ങൾ വരികയും നല്ല തളിർത്ത് വളരുകയും ചെയ്യും. കറിവേപ്പിൻ്റെ ചെടി വീട്ടിലില്ലാത്തവരും അതുപോലെ പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത് സൂക്ഷിച്ചു വയ്ക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാകാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിത് എങ്ങനെയാണ് കേടാകാതിരിക്കുക എന്നാണ് കാണിച്ചു തരുന്നത്. ഇപ്പം ഞാനിതുപോലെ പുറത്തുനിന്ന് വാങ്ങിയ വേപ്പിലയുടെ തണ്ടാണിത്. ഇതിപ്പോൾ തന്നെ ഏകദേശം 2-3 ദിവസം പഴക്കുണ്ട്. അപ്പം ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാൻ ആദ്യം ചെയ്യണത്. കഴുകിയെടുത്തതിന് ശേഷം തണ്ടോടുകൂടി അങ്ങനെ വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് തണ്ടോടുകൂടി വയ്ക്കാൻ പറയുന്നത്. വെള്ളം ഒരുവിധം പോയി കഴിയുമ്പോഴേക്കും ഇതിനെ നമുക്ക് നല്ലൊരു ഉണങ്ങിയ വൃത്തിയുള്ള തുണിയിലേക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ തുണി ഉപയോഗിച്ച് തന്നെ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. ഉണങ്ങിയതിന് ശേഷം ഈർപ്പത്തിൻ്റെ അളവ് തീരെ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം തണ്ടോട് കൂടി ഇരിക്കുകയാണെങ്കിൽ ഇപ്പം ഇലകളായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കും. അതിനുള്ളിൽ വെള്ളം നനവുണ്ടാവും. അപ്പോൾ വെള്ളം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്ത് ഇനി ഒരു ചെറിയ നല്ല ചില്ലുകുപ്പി എടുക്കണം. നല്ല ഉണങ്ങിയ ചില്ലുകുപ്പി ആയിരിക്കണം എടുക്കേണ്ടത്. അതിനുള്ളിലേക്ക് നമുക്ക് ടിഷ്യൂ പേപ്പറോ ഇട്ട് കൊടുക്കാം. ഉള്ളിലേക്ക് അതിന് മുകളിലേക്ക് നമുക്കിത് തണ്ടിയിൽ നിന്ന് ഉതിർത്തെടുത്ത് അതിൽ നിറച്ച് വയ്ക്കാവുന്നതാണ്. ഇതുപോലുള്ള ചെറിയ ചില്ലുഭരണികൾ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിന് മുന്നേ കറിവേപ്പില ഇട്ട് വെച്ച പാത്രമാണിത്. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഈർപ്പം തീരെ ഇല്ലാതെ ഇതേപോലെ നിങ്ങൾ ഈ ഭരണിയിൽ നിറച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 മാസത്തോളം നിങ്ങൾക്ക് ഇരിക്കും. ഈ കറിവേപ്പില ഇപ്പം 4 ആഴ്ചയായ കറിവേപ്പിലയാണ്. ഇത് അവസാനത്തെയാണ്. ഇത്രയും ദിവസമായിട്ട് ഇതിൻ്റെ ഇലയൊന്നും വാടിയിട്ടില്ല, നല്ല ഫ്രഷായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് 1 മാസം വരെ സൂക്ഷിക്കാം. ഇനി നിങ്ങൾക്കിത് സിപ്ലോ കവറിലിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷം വരെയൊക്കെ ഇരിക്കും. ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ ഇതുപോലെ കുറച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണിത്. ഇതിൻ്റെ ഇല ഇതുപോലെ കുറച്ച് കളർ വ്യത്യാസം ഇങ്ങനെയായിട്ടായിരിക്കും ഇരിക്കുക. ഇത് കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഭരണിയിൽ ഇട്ട് വെക്കണ പോലെ ഉണ്ടാവില്ല. ഇതൊക്കെ ഏകദേശം 1 വർഷത്തോളം നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതേപോലെ കവറിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് 1 വർഷത്തോളമൊക്കെ ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമുക്ക് പച്ചമുളക്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാന്താരി മുളകാണ്. ഇതിപ്പോൾ നമുക്ക് കുറേ അധികം നമ്മുടെ വീട്ടിലൊക്കെ കാന്താരി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം കിട്ടും അല്ലേ. അപ്പോൾ ഒന്നിച്ച് കിട്ടുമ്പോഴത്തേനും നമ്മളത് എങ്ങനെ സൂക്ഷിക്കും എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ഒരു ഡൗട്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം വെള്ളം വാലാൻ വെക്കുക. വെള്ളം നന്നായി പോയി കഴിയുമ്പോഴേക്കും നമുക്കിതൊരു പരന്ന പാത്രത്തിലിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഇതിൻ്റെ ഈർപ്പമൊക്കെ വിട്ടിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെയിലത്ത് വെക്കുന്നത്. അധിക നേരം വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ താമസമേ ഉള്ളൂ. അതൊന്ന് ഉണങ്ങണ വരെ നമുക്കൊന്ന് വെയിലത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ആ നെടുപ്പൊന്ന് മാറ്റിയെടുക്കണം. അത് നുള്ളിക്കളഞ്ഞ് ഇതിലെ ഇലയൊക്കെ എടുത്തിട്ട് വേണം ഇതേപോലെ ഒരു ചെപ്പിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് 2 മാസം വരെയൊക്കെ സൂക്ഷിക്കാൻ പറ്റും. ഇതിൻ്റെ നെടുപ്പൊന്ന് മാറ്റാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ചില്ലുഭരണിയിലേക്ക് നിറച്ച് കൊടുക്കാം. അതിനുശേഷം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കല്, തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒഴിച്ച് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് എത്ര കാലം വേണേലും സൂക്ഷിക്കാം. ഒരു കേട് ഉണ്ടാവില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇതേ രീതിയിൽ ഞാൻ തയ്യാറാക്കിയ കാന്താരി മുളകിൻ്റെ ഉപ്പിലിട്ടത് ഏകദേശം 1.5 വർഷമായി. ഇപ്പോഴും ഒരു കേട് ഇല്ലാണ്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് പറയണത്. ഇത് നമുക്ക് സാലഡിലും അതേപോലെ തന്നെ ചമ്മന്തി അരയ്ക്കുമ്പോഴും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കറികളിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് കൂടാതെ നമുക്ക് മുളക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. മുളകിൽ നന്നായിട്ട് ഉപ്പ് വിതറി ആവിയിലൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ഒന്ന് ചൂടാക്കുമ്പോഴേക്കും ഇതൊന്ന് വാടിക്കിട്ട്
അതിനുശേഷം വെയിലത്ത് വെച്ച് നല്ല ഉപ്പ് വിതറിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇത് നമുക്ക് എത്ര കാലം വേണേലും സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. ഇത് കൊണ്ടാട്ട മുളകായിട്ട് ഉപയോഗിക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച മുളകാണ്. ഇത് ഏകദേശം 1 മാസത്തോളം പഴക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇതിലൊരു ഈർപ്പം വരും. ആ ഈർപ്പം നന്നായിട്ട് ഒപ്പിക്കൊടുത്തിട്ട് വീണ്ടും നിറച്ച് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈർപ്പം കൊണ്ട് ചില മുളകുകൾ അഴുകുകയും അതിൻ്റെ വെള്ളം തട്ടി മറ്റുള്ള മുളകും അഴുകും. അപ്പം നമ്മളത് ഒഴിവാക്കാനായിട്ട് എന്ത് സാധനം വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എടുത്ത് നല്ല തുണിയിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഈർപ്പം തുടച്ചിട്ട് വീണ്ടും ഇതുപോലെ അടച്ച് വെക്കുകയാണെങ്കിൽ വളരെ കാലം നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കല്ല്. ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.